കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. ഉള്ളം കരത്തിലെന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേത് ഭയമേയില്ല. ഓ ഉള്ളം കരത്തിലെന്നെ വരച്ചിരിക്കുന്നതാൽ എന്നെ ആമേൻ എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകൻ യേശു. അമ്മയോ മരിക്കുമ്പോൾ അവൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അവൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നുകൂടെ ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ പാടിയ പാട്ടിൽ നമ്മൾ പാടിയതുപോലെ നമ്മുടെ കാല് കല്ലിൽ തട്ടാതെ നടത്തുന്നൊരു നല്ല കർത്താവ്. സ്തോത്രം. ദൂതന്മാരെ അയച്ചു വിടുവിക്കുന്നൊരു നല്ല കർത്താവ്. കഴിഞ്ഞയാഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആമേൻ, ഞാൻ വരുന്ന വഴിക്ക് ഒരു വലിയ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിവിടെ ആരാധന നടത്തിയത്. സ്തോത്രം. ആമേൻ. ഓരോ ദിവസവും നമ്മൾ നടക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൂടെ ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. നമ്മുടെ ബലമല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ മികവല്ല, ദൂതന്മാരുടെ സംരക്ഷണം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൂടെയുണ്ട്. ആമേൻ. നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഭവിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അനർത്ഥങ്ങളെയും ആമേൻ നമ്മൾ എത്ര സൂക്ഷിച്ചു പോയാലും ചിലതൊക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. അത് മാനുഷിക സഹജമാണ്. പക്ഷേ ഒരു ഭക്തൻ്റെ പ്രത്യാശ, നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആമേൻ ആമേൻ ആമേൻ. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ശേഷിച്ചിരിപ്പുണ്ടെങ്കിൽ സ്തോത്രം, എത്ര വലിയ അപകടത്തിനകത്ത് വിട്ടാലും, എത്ര വലിയ കെണിക്കകത്ത് വിട്ടാലും, എത്ര വലിയ കഷ്ടത്തിനകത്ത് വിട്ടാലും, എത്ര വലിയ കണ്ണുനീരിൻ്റെ അകത്ത് വിട്ടാലും, എത്ര വലിയ കടക്കെണിക്കകത്ത് നീ പെട്ടാലും അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സാധ്യത ഉള്ളവനെ മാത്രം പൊക്കുന്ന ദൈവമല്ല, ഒരു സാധ്യതയും ഇല്ലാതെ കിടക്കുന്നവനെ ആ കാട്ടിൻ്റെ അകത്ത് നിന്നും ആമേൻ ഒരു സാധ്യതയും ഇല്ലാത്ത മേഖലകളിൽ നിന്നും കരം പിടിച്ച് ഉയർത്താൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളിവിടെ ഇരിക്കുന്ന പലരും ചിന്തിക്കും, ഈ പാസ്റ്റർ ഇത്രയും ശക്തിയോടെ വന്ന് ഇവരൊക്കെ ഈ ചെറുപ്രായത്തിൽ തന്നെ സ്തോത്രം അവർ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, വേറെ ഒന്നും കൊണ്ടല്ല. ആമേൻ. സ്തോത്രം. അവർക്കറിയാം ഇതിൻ്റെ പിന്നിൽ അവർ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ജീവിതത്തിനകത്ത് കണ്ട ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് അവരെ ദൈവം ഇങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ഞാനൊരു ദിവസം പ്രിയ കർത്തൃദാസൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ എന്നോട് പറഞ്ഞ അനുഭവ സാക്ഷിയാണ്, പാസ്റ്ററെ, ഈ ഇരിക്കുന്നത് മരിച്ചെന്ന് പറഞ്ഞു കൊടുത്തുവിട്ട കുഞ്ഞിനെയാണ് ഞാൻ പ്രാർത്ഥിച്ച് നേടിയത് കൊണ്ടാണ് ഇതാ ഇരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഉറപ്പോടെയും തൻ്റെ ഇടത്തോടെയും ദൈവത്തെ സേവിക്കുന്നതിൻ്റെ ഒറ്റ കാരണം, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓരോ ദിവസവും നടക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിനെ പറയാൻ ആവേശമാണ്, യേശുവിനെ കുറിച്ച് സംസാരിക്കുവാൻ ഞങ്ങൾക്ക് ആവേശമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദേശത്തിൽ സുവിശേഷവുമായി കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ അഭിഷേകത്തോടെ നിർത്തിയല്ലോ. ദൈവിക പദ്ധതികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുനീരിനുള്ള മറുപടി ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. തക്ക സമയത്ത് ഇന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ആമേൻ സ്തോത്രം, നിങ്ങൾ ഒരു ദിവസം അതിൻ്റെ മറുപടികൾ നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്നത് നിങ്ങൾ കാണും. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടികൾ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മറുപടികൾ, നിങ്ങളുടെ നിരാശയുടെ മറുപടികൾ, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തെ ഓർത്ത് നിങ്ങൾക്കുള്ള കണ്ണുനീരിൻ്റെ മറുപടികൾ എൻ്റെ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ പ്രതിഫലമായി മടക്കി തരുമെന്ന് ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൂത് കൈമാറുകയാണ്. സ്തോത്രം.
ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ നോക്കി ഇറങ്ങിത്തിരിച്ച ഒറ്റ മനുഷ്യനും ആമേൻ സ്തോത്രം ലജ്ജിതനായി പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ സ്തോത്രം. വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പെട്ടെന്നിരിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ച്. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കിടപ്പിൻ. ആമേൻ സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. നമ്മൾ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആമേൻ സ്തോത്രം. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്കൊന്ന് വന്നേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. മതി. ഇടുക്ക് വാതിലൂടെ കടക്കുവാൻ എന്ത് ചെയ്യുവിൻ? പോരാടുവിൻ എന്നാണ് അവിടെ നമ്മൾ കണ്ടത്. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ അവിടെ നമ്മൾ കണ്ടു യേശുക്രിസ്തുവിൻ്റെ പ്രസംഗമാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. എന്നെ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയാം. യേശുവിൻ്റെ ഫ്രണ്ടിൽ വന്നു കൂടിയ, യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശുവിൻ്റെ തിരുവായ് മൊഴികൾ കേൾക്കുവാൻ, യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ, മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നാൽ ഗുണം 3 ഉണ്ടായിരുന്നു. ഒന്നാമത് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ എന്ത് ചെയ്യാം? പങ്കെടുക്കാം. അടുത്ത് രണ്ടാമത് അവരുടെ രോഗങ്ങളെ എല്ലാം കർത്താവ് എന്ത് ചെയ്യും? സൗഖ്യമാക്കും. മൂന്നാമത്തെ ഗുണം എന്തുവാണെന്നറിയാം? നമുക്കും പ്രിയപ്പെട്ടതാണ്. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ചെറിയൊരു ഈറ്റിങ്ങും കൂടെ. സ്തോത്രം. നമ്മൾ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സാറ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമായിരുന്നു, മീറ്റിംഗ് വിത്തൗട്ട് ഈറ്റിംഗ് ഈസ് എ ചീറ്റിംഗ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആഹാരമില്ലാതെ ഒരു മീറ്റിംഗ് നടത്തിയാൽ അതൊരു ചീറ്റിംഗ് എന്നാണ് പുള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള, സ്തോത്രം ആമേൻ, ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിള്ളേർ സഹിതം എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് എന്തോന്ന്? ഈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അവർക്ക് മീറ്റിങ്ങിന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് എന്നെ പോലെയുള്ള പാസ്റ്റർമാർ വന്ന് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിൽ ശ്രദ്ധിച്ച് ഇരിക്കും. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ച വചനം കേൾക്കാൻ അനേകർ കൂടി വന്നപ്പോൾ യേശു അവരെ തിരുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടതും കണ്ടതും പോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവിടെ കേട്ടുകൊണ്ടിരുന്നവരെല്ലാം വിസ്മയിപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം ഇതാ 3 അധ്യായങ്ങളിലായിട്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലായിട്ട് അതിനെ വേദപണ്ഡിതന്മാർ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമെന്ന് രേഖപ്പെടുത്തി വെച്ച് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം നമുക്കിവിടെ വായിച്ച് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ ബാക്കിയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ അവസാനത്തെ കൺക്ലൂഷനുകളിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇവിടം തൊട്ടാണ് കൺക്ലൂഷൻ തുടങ്ങുന്നത്. യേശു ഒരു മെസ്സേജ് പറഞ്ഞിട്ട് അതിനെ നിർത്തുന്ന, എന്തുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഈ മെസ്സേജിൻ്റെ ആവിർഭാവം എന്താണെന്ന് പറയുന്ന അവസാന വാക്കുകളിലേക്കാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇന്ന് വായിച്ച വചനത്തിനകത്ത് എന്താണ് കാണുന്നത്? ഒന്ന് വായിക്കാമോ? 13, 14 വാക്യങ്ങളൊന്നുകൂടെ വായിച്ച്. ഇടുക്കുവാതിലിലൂടെ, ഇനി ശ്രദ്ധിച്ചിരിക്കണം എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകൂ. ഇടുക്കുവാതിലൂടെ യേശു പറയുകയാണ് കേട്ടോ. യേശു തൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പുരുഷാരത്തോട് പറയുക, ഇടുക്കുവാതിലിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അകത്തേക്ക് കടക്കണം. അടുത്ത്, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. അടുത്ത്, എന്നാൽ ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. യേശുക്രിസ്തു തൻ്റെ ഫ്രണ്ടിലിരുന്ന ജനത്തിനോട് പഠിപ്പിച്ചത് 2 വാതിലിനെയും 2 വഴിയെയും കുറിച്ചാണ് പഠിപ്പിച്ചത്. സ്തോത്രം. 2 വാതിലൂടെ പരിചയപ്പെടുത്തുന്നു, 2 വഴിയും ഇവിടെ പരിചയപ്പെടുത്തുന്നു. സ്തോത്രം. ആമേൻ. സ്തോത്രം. എന്താണ് വാതിലെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ വാതിൽ നമ്മൾ എന്ത് ചെയ്യും? പൂട്ടിയിട്ടൊരു ചെറിയ താക്കോല് കൊണ്ട് അതിനെ ലോക്ക് ചെയ്തിട്ട് പോയാൽ ആ താക്കോലില്ലാതെ അതിനകത്തോട്ട് പ്രവേശിക്കാൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല അല്ലേ. ഒരു വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രവേശന കവാടത്തെയാണ് നമ്മൾ വാതിലെന്ന് പറയുന്നത് അല്ലേ. കർത്താവ് യേശുക്രിസ്തു പറയുന്നു, 2 വാതിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ വാതിൽ
എവിടോട്ട് പോകുന്നതെന്നറിയാമോ? ആ വാതിൽ, ഒന്നാമത്തെ വാതിൽ പോകുന്നത് നേരെ നിത്യജീവനിലേക്കാണ് പോകുന്നത്. സ്തോത്രം. ഒന്നാമത്തെ വാതിൽ എവിടേക്കാണ് പോകുന്നത്? പറഞ്ഞേ ഒന്നാമത്തെ വാതിൽ എവിടെ പോകുന്നത്? നിത്യജീവനിലോട്ടാണ് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നിത്യജീവനിലേക്ക് ഒരു വാതിൽ എങ്ങോട്ടാണ് പോകുന്നത്? നിത്യജീവനിലേക്ക് പോവുക. അടുത്ത് രണ്ടാമതൊരു വാതിൽ ദൈവം പരിചയപ്പെടുത്തുന്നു. ആ വാതിൽ പോകുന്ന നിത്യനാശത്തിലോട്ടാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? നിത്യനാശത്തിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് ഈ രണ്ട് വാതിലിന് രണ്ട് പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ നിത്യജീവനിലേക്ക് പോകുന്ന വാതിലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ അത് ഇടുക്കമുള്ള വാതിലാണ്. ഈ വാതിലിനകത്തുകൂടെ കയറുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കയറാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. വളരെ ശ്രദ്ധിച്ചു. പക്ഷേ എന്നാൽ മറ്റൊരു വാതിലിനെ കുറിച്ച് പറയുക, നിത്യനാശത്തിലേക്ക് പോകുന്ന വാതിൽ, അത് നല്ല വീതിയുള്ള വാതിൽ എന്ന് പറയുന്നത്. വീതിയുള്ള വാതിൽ, അതിൻ്റെ വഴി നല്ല വിശാലമായിട്ട് കിടക്കുക. സ്തോത്രം. കൂടുതൽ മനുഷ്യർ യാത്ര ചെയ്യുന്നത് വീതിയുള്ള വാതിലുകൾ സെലക്ട് ചെയ്തുകൊണ്ടാണ്. സ്തോത്രം. ഇത് കർത്താവ് പറയുമ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ വരേണ്ടത് നമ്മുടെ നിത്യജീവനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. നമ്മൾ എവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് നമ്മുടെ നിത്യജീവനെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ശരീരമെടുത്ത് പഠിച്ചാൽ 3 ഘടകങ്ങളാണുള്ളത്. എന്തൊക്കെയാ മനുഷ്യൻ്റെ ശരീരത്തിലെ 3 ഘടകങ്ങൾ? എന്തൊക്കെയാ? ദേഹം, ദേഹി, ആത്മാവ്. ആത്മാവ് എന്തിനെയാണ് ബന്ധിപ്പിക്കുന്നത്? ആത്മാവ് എവിടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആത്മാവ് മനുഷ്യനെ ദൈവവുമായിട്ട് എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. രണ്ടാമത് എന്താ? ദേഹി എന്ന് പറയുന്നത് അല്ലേ? ദേഹി എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞ പ്രാണൻ, ജീവൻ അല്ലേ? ഇത് എവിടെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മെ ഈ ലോകത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛാശക്തി, ഓർമ്മശക്തി, നമ്മുടെ ദേഷ്യം, കോപം, ഇങ്ങനെയുള്ള നമ്മുടെ ഇച്ഛാശക്തികൾ, ഓർമ്മശക്തികൾ, ഇതെല്ലാം ഈ ലോകത്തിലേക്കാണ് മനുഷ്യനെ കണക്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ശരീരം, ബോഡി എന്ന് പറയുന്നത്, ഇതിനെ രണ്ടിനെയും ക്യാരി ചെയ്യുന്ന ഒരു ബോക്സാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പം നമ്മുടെ ദേഹവും ദേഹിയും ഈ ലോകത്തിൽ നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യേണ്ടി വരും? ഇട്ടിട്ട് പോകേണ്ടി വരും. അകത്തിരിക്കുന്ന ആത്മാവ് എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. സഭാപ്രസംഗിയിൽ നമ്മൾ കാണുന്നു 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, മരണം എന്ന് പറയുന്നത് പൊടി കൊണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരുകയും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് മരണം എന്ന് പറയുന്നത്. അപ്പം ഈ മരണത്തിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമുണ്ട്. സ്തോത്രം. മരണത്തിനപ്പുറത്ത് മനുഷ്യന് ജീവിതമുണ്ട് അല്ലേ? അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? മരണത്തിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഉണ്ടോ പക്ഷേ? കണ്ടിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. കർത്താവിന്റെ മഹത്വം. മരണത്തിനപ്പുറം ഇനി ജീവിതം ഇല്ലെന്ന് വിശ്വസിക്കുന്നവർന്ന് ഹല്ലേലൂയ പറഞ്ഞ ശക്തിയോടെ. അത് അമ്മച്ചി കൈപൊക്കി ചാടി. എന്തുവാണ് കേട്ടെന്നൊന്നും അറിയത്തില്ല, കൈപൊക്കാൻ പറഞ്ഞു, ഞാനങ്ങ് കൈപൊക്കി. നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാണെന്നറിയാമോ? മരണത്തിനപ്പുറത്ത് മനുഷ്യൻ എന്തുണ്ട്? ഒരു ജീവനുണ്ട്. ആ ജീവൻ എന്ന് പറയുന്നത് നിത്യമായ ജീവനാണ്. സ്തോത്രം. ആ ജീവൻ നിത്യമായ ജീവനാ. ഇതൊക്കെ പറയുമ്പോൾ പലരും ഞങ്ങളോട് പറയാറുണ്ട്, പാസ്റ്ററെ ഇതൊക്കെ എല്ലാവരും പറയുന്നത്, എല്ലാ ഈ ആളുകളും ഈ പറയുന്നതാ മരണത്തിനപ്പുറം. ഈ മരണത്തിനപ്പുറം ഒന്നുമില്ലെന്നേ, ഒറ്റ ജീവിതമേ നമുക്ക് ഉള്ളൂ, ഇവിടെ അങ്ങ് അടിച്ചു പൊളിച്ച്. അങ്ങനെയുള്ളവരെ ഒരിക്കലെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മളൊക്കെ ഇഷ്ടം പോലെ പേരെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ കുടുംബത്തിനകത്തും ഇങ്ങനെയുള്ള, പ്രത്യേകിച്ചും കൂടുതൽ ഈ പുരുഷന്മാരുടെ ഇടയിലാണ് ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടുതൽ. സ്തോത്രം. ആമേൻ. ചിലപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അത് അന്വേഷിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമാണെന്ന് പറയുന്നത്? ഇത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്നതിൻ്റെ ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഈ വിശുദ്ധ ബൈബിൾ അത് പറയുന്നത് കൊണ്ടാണ്. സ്തോത്രം. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഈ ബൈബിൾ പറയുന്നു, മനുഷ്യൻ മരിച്ചാൽ അതോടുകൂടെ ജീവിതം തീരുന്നില്ല, മരണത്തിനപ്പുറത്ത് നിത്യമായൊരു ജീവിതം ആർക്കുണ്ട്? മനുഷ്യന് ഉണ്ട്. അപ്പൊ ചോദിക്കും, ബൈബിളിന്റെ ആധികാരികത എന്താ? ഇത് ദൈവവചനമാണ്. ദൈവവചനമാണ്. സ്തോത്രം. ഇത് മനുഷ്യന്റെ കയ്യാൽ ഉണ്ടായി വന്നതല്ല, ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. സ്തോത്രം. ഈ ലോകത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചും പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചും ഈ ലോകത്തിലുള്ള ഗോളങ്ങൾ, സർവ്വചരാചരങ്ങൾ, കിളികൾ, പക്ഷികൾ, മൃഗങ്ങൾ, മലനിരകൾ, താഴ്വരകൾ, കുന്നുകൾ, കടല്, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യൻ, ഇവയെല്ലാം എങ്ങനെ ഉണ്ടായെന്നും ഇവയെല്ലാം ദൈവം എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്നും
ഇതിൻ്റെ അവസാനം എങ്ങനെയായി തീരുമെന്നും കൃത്യതയോടെ പറഞ്ഞിട്ടുള്ള ഒറ്റ പുസ്തകം മാത്രമേ ഉലക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആ സത്യത്തിൻ്റെ പേരാണ് വിശുദ്ധ വേദപുസ്തകം. ശാസ്ത്രമൊക്കെ പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചാൽ അവർക്കറിയാം ഈ ശാസ്ത്രജ്ഞന്മാർ കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നവരുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ദീപസിസ്റ്റർ വീട്ടിൽ മീറ്റിംഗ് നടത്തിയപ്പോൾ ഞാൻ പിള്ളേരോട് ചോദിച്ചു, മനുഷ്യനുണ്ടായത് എങ്ങനെയെന്നാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്? അവർ പറഞ്ഞു, എങ്ങനെ ഉണ്ടായെന്ന് പഠിപ്പിക്കുന്നത്? മനുഷ്യനുണ്ടായത് കുരങ്ങ് നിന്നാണ്. സ്കൂളിൽ എന്നാ പഠിപ്പിക്കുന്നത്? കുരങ്ങനിൽ നിന്നാണ് ആരുണ്ടായെന്ന പരിണാമ സിദ്ധാന്തം അല്ലേ, പരിണമിച്ചാണ് ആരുണ്ടായെന്ന് പറയുന്നത്, മനുഷ്യനുണ്ടായെന്ന് പറയുന്നത്. പക്ഷേ ആ ശാസ്ത്രം പറയുന്ന ആ കാര്യത്തെ ഇന്ന് വരെ അവർക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല, പറ്റിയിട്ടില്ല. പക്ഷേ എന്നാൽ മറ്റൊരു സ്ഥലത്ത് നമ്മൾ നോക്കുക, ഈ സയൻസ് എല്ലാം കള്ളമല്ല കേട്ടോ. കുറേ അധികം സത്യം മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനം അനുസരിച്ച് മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി സത്യമുണ്ട്. ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനം ആ മനുഷ്യന്. ശ്രദ്ധിച്ച്, ശാസ്ത്രം പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനേക പ്രവചനങ്ങൾ ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ബൈബിൾ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഗ്രന്ഥമാണ്. ഇത് ഇന്നലെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നാളെ എന്തായി തീരുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒറ്റ പുസ്തകമേ ഉള്ളൂ നമ്മൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിളാണ്. ഈ ബൈബിൾ പറയുന്നു, മനുഷ്യൻ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവൻ്റെ ജീവിതം തീരുകയല്ല. ഇവിടെ ജീവിതം അവസാനിച്ച് കഴിയുമ്പോൾ 70-80 വർഷം കൊണ്ട് നമ്മളിവിടെ ജീവിച്ച് കഴിയുമ്പോൾ ഇതിനപ്പുറത്തൊരു നിത്യത ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ഒരു നിത്യതയുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും, പാസ്റ്ററേ ഇതൊക്കെ ആരെങ്കിലും സ്തോത്രം കണ്ടിട്ട് വന്നവരുണ്ടോ? അങ്ങനെ കണ്ടിട്ട് വന്നവർ പറഞ്ഞിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ? സ്തോത്രം. ആരെങ്കിലും മരിച്ചു പോയിട്ട് തിരിച്ചു വന്ന് കൃത്യമായിട്ട് നമ്മളടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്ക് എന്നെ വിശ്വസിക്കാനൊരു ഇതുണ്ടായിരുന്നല്ലേ. ഞാൻ അങ്ങനെ ആഗ്രഹിച്ച ഒരാളാണ് കേട്ടോ. ഞാൻ ഈ ബൈബിള് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എടാ ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ചരിത്രമാണ്. കാരണം എന്നാണെന്നറിയാമോ? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതാ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവതരിച്ചു വന്നു. അവനെ പടയാളികളെല്ലാം കൂടെ എന്ത് ചെയ്തെന്നറിയാമോ? സ്തോത്രം. ഇല്ലാത്ത കുറ്റം ചുമത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ദൈവിക പദ്ധതി പ്രകാരം അവൻ ക്രൂശിന്മേൽ തറയ്ക്കപ്പെട്ട് മരിച്ചു. സ്തോത്രം. 3 ദിവസം എവിടെയായിരുന്നു? കല്ലറയ്ക്കകത്ത് അവൻ എന്ത് ചെയ്തു? വെച്ചു. സ്തോത്രം. ചരിത്ര സംഭവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ആരാധിക്കുന്ന കർത്താവിനെ, നമ്മൾ സ്തുതിക്കുന്ന യേശു ക്രിസ്തുവിനെ 3 ദിവസം എവിടെ വെച്ചിരുന്നു? കല്ലറയ്ക്കകത്ത് വെച്ചിരുന്നു. സ്തോത്രം. എന്നാൽ 3-ാമത്തെ ദിവസം മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം അവനെ ഉയർപ്പിച്ചു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് അതാണ്. കാൽവരി ക്രൂശ് കൊണ്ടോ കല്ലറ കൊണ്ടോ യേശു ക്രിസ്തു ഒടുങ്ങിത്തീരുകയല്ല ഉണ്ടായത്. 3-ാമത്തെ ദിവസം നേരം പൊട്ടി വിടരുമ്പോൾ അതാ മരണം അടച്ചു വെച്ച സർവ്വ മുദ്രകളെയും ഭേദിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിലേക്ക് വന്നു. ഇന്നും ഈ ഭൂമിയിൽ തുറക്കപ്പെട്ട് കിടക്കുന്ന ഒറ്റ കല്ലറയേ ഉള്ളൂ. അത് നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. സ്തോത്രം. മറ്റ് മഹാന്മാർ, പണ്ഡിതന്മാർ, മറ്റ് മതത്തിന്റെ വക്താക്കൾ എല്ലാവരും മരിച്ചു. ഇടയ്ക്ക് ഒരാൾ ദൈവവും മരിച്ചപ്പോൾ പറഞ്ഞ്, എൻ്റെ ബോഡി എടുത്ത് കുഴിച്ചിടരുത്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ ഞാനും ഉയർത്തെഴുന്നേറ്റ് വരും. വർഷം 4-5 കഴിഞ്ഞ് ഇതുവരെ ഒരു പൊടി പോലും. ഇനി മരിച്ചവരാരും വന്ന് ഒന്നേന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു ക്രിസ്തു കൃത്യമായിട്ടുള്ള വഴി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ബൈബിളിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത്. ഈ ഭൂമിയിലകത്തുള്ള വാസം കഴിഞ്ഞാൽ, മരണം കഴിഞ്ഞാൽ അതിനപ്പുറത്തുള്ള ജീവിതം എങ്ങനെയാണ്, നീ എവിടേക്കാണ് പോകുന്നതെന്നും നിന്റെ ശിഷ്ടകാലം നീ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും നിനക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരം ഈ ബൈബിള് വെച്ച് നീട്ടുക. യേശുക്രിസ്തു പരിചയപ്പെടുത്തുന്നു 2 വഴികൾ. ഒന്ന് നിത്യജീവനിലേക്കുള്ള വഴി, മറ്റത് നിത്യനാശത്തിലേക്കുള്ള വഴി. എന്നിട്ട് കർത്താവ് പറയുക, എടാ നിത്യജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതും അതിൽ കൂടി കടക്കുന്നവർ ചുരുക്കം പേരും അത്രേ. സ്തോത്രം. ഈ ദേശത്ത് ഒത്തിരി പേരില്ലാത്തത് കൊണ്ടാണോ ഇത്രയും ചുരുക്കം പേരായിട്ട് നമ്മൾ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നേ?
ഈ ദേശത്ത് ആളില്ലാത്തതുകൊണ്ടാണോ? അതാണ് പറഞ്ഞത്. രണ്ട് വഴി ദൈവം വെച്ചിരിക്കുക. ഒന്ന് നിത്യനാശത്തിലേക്കുള്ള വഴി, അതിനകത്തൂടെ കടക്കുന്നവർ അനേകർ. സ്തോത്രം. പക്ഷെ അവരറിയുന്നില്ല നിത്യനാശത്തിലേക്കാണ് പോകുന്നതെന്ന്. അവർ കണ്ണടച്ചിരുട്ടാക്കി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പോയിക്കൊണ്ടിരിക്കുക. അതാ നമ്മൾ എഴുതി വെച്ചിട്ട് ജീസസ് സെഡ് ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. രണ്ട് വഴികളെ യേശു പരിചയപ്പെടുത്തി. ഒന്നിൽ കൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. ആ ചുരുക്കമുള്ള ആളുകൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മളെ പോലുള്ള കൂട്ടങ്ങൾക്കകത്ത് നോക്കിയാൽ മതി. സ്തോത്രം. കർത്താവിന് മഹത്വമുണ്ട്. ഇതിനകത്തുനിന്ന് ചുരുക്കം പേരെ പോകത്തുള്ളൂ. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരും പോകണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. അതിനകത്ത് എങ്ങനെയാ ഇതിനപ്പുറം കടക്കേണ്ടത്? നിത്യജീവനിലേക്ക് പോകണമെന്നുള്ളതിന് മാനദണ്ഡമുണ്ട്. അതാണ് നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ജീവനോടെ നമ്മൾ ഇരിക്കുമ്പോൾ ഈ വചനം അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടും. ഇല്ലെങ്കിൽ നേരെ പോകും നിത്യനാശത്തിലോട്ട്. സ്തോത്രം. രക്ഷിക്കപ്പെടാനുള്ള വചനമാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പുറത്തുള്ളവൻ നടക്കുന്നത് പോലെ, അപ്പുറത്തുള്ളവൻ അവൻ്റെ തോന്നിയ വാസത്തിന് ജീവിക്കുന്നത് പോലെ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. യേശു പഠിപ്പിച്ച വഴിയുണ്ട്. ആ വഴിക്കകത്തൂടെ നടക്കുന്നവന് മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഏതാ ഈ വഴി? ഒറ്റ വഴി, നിത്യജീവനിലേക്കുള്ള വഴി. ആ വഴി ഏതാണെന്ന് ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സ്തോത്രം. രക്ഷിക്കപ്പെടാൻ ഒറ്റ നാമം മാത്രമേ ഉള്ളൂ. ആ നാമത്തിൻ്റെ പേരാണ് ഏത്? യേശു ക്രിസ്തു. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്കൊന്ന് വന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ചു. 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, 10-ന്റെ 7. യേശു പിന്നെ അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും ആ ആ ആ ആ എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഇന്ന് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, നമുക്ക് കടക്കാൻ ഒറ്റ വാതിലേ ഉള്ളൂ. അത് യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. നമുക്ക് വിശ്വസിക്കാൻ ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമുക്ക് ജീവിക്കാൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിൻ്റെ മാർഗമാണ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രണ്ട് വാതിൽ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചേക്കുക. ഒന്ന്, ചുരുങ്ങിയ ആൾക്കാർ മാത്രം കടക്കുന്ന നിത്യജീവനിലേക്ക് പോകുന്ന വളരെ ഇടുങ്ങിയ ഒരു വാതിൽ, ഇടുങ്ങിയ ഒരു വഴി. മറ്റേ വഴി വിശാലമാണ്, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ആരും നമ്മെ തടുക്കാനില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിനും ഇച്ഛകൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാം. അത് വീതിയുള്ള വാതിലാണ്. അതിൽ കൂടെ ജീവിക്കുന്നവർ, കടന്നു പോകുന്നവർ അനേകരാണ്. പക്ഷേ എന്നാൽ അതിൻ്റെ അന്ത്യമെന്ന് പറയുന്നത് നിത്യനാശത്തിലേക്കായിരിക്കും. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിത്യജീവനിലേക്ക് പോകുവാൻ ഒറ്റ വാതിലേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിലൂടെ കടക്കുവാൻ, യേശുക്രിസ്തുവിൻ്റെ വാതിലിലൂടെ, വചനങ്ങളിലൂടെ നിത്യജീവനിലേക്ക് കടക്കുവാൻ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ചേർന്ന് പാടി. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങോ ഉയർത്തിടാമേ. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ വല്ലഭനായ
നല്ലവനാ കർത്തനവ് വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങോ ഉയർത്തിടാമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങോ ഉയർത്തിടാമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കൂ, കാത് കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. ആമേൻ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങോ ഉയർത്തിടാമേൻ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങോ ഉയർത്തിടാമേൻ. നിന്ദിത പാത്രരായി മേവാ നമ്മെ നായകൻ കൈവിടുമോ. നിന്ദിത പാത്രരായി മേവാ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റു നാം പണിതീടുക, തിരുകരങ്ങൾ